ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് തക്കാളി കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നല്ല പഴുത്ത തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്യുക. എനിക്കൊരു പീസ് മതി. ഒരു പീസ് അവിടെ ഇരിക്കട്ടെ, പിന്നെ എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തക്കാളിയുടെ കൂടെ നമ്മൾ എന്താ ചേർക്കാൻ പോണെന്ന് കാണാം. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. മതി. മഞ്ഞപ്പൊടിയും തക്കാളിയും കൊണ്ടുള്ള ഒരു അടിപൊളി പാക്ക്. ഒരു മസാജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മസാജ് ചെയ്യുക. ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് പോരാത്തിന് നമ്മളിരിക്കുന്ന സ്ഥലവും ശരിയല്ല. കാരണം എന്തെന്നറിയാമോ? ഫോണിൽ ചാർജില്ല. ഇതിങ്ങനെ ഇടണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ തറയിലോട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടി ആവുന്നതൊക്കെ ഇങ്ങനെ ആവട്ടെ, ഷോളിലോട്ടാവട്ടെ. അതിനാണ് ഇങ്ങനെ ഞാൻ വെച്ചത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. പൊട്ട് മാറ്റി വെച്ചു. വളയൊക്കെ മാറ്റാം, മാലയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചടയപ്പടേന്ന് കാര്യങ്ങൾ നടത്താം. വളയും പൊട്ടുമൊക്കെ എവിടെ വെക്കും നമുക്ക് അവിടെ ആണെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാം. ഇതിപ്പം വെട്ടം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫോണാണെങ്കിൽ ഒട്ടും ചാർജില്ല. ഞാൻ പോയി ഡോറ് അടച്ചിട്ട് വരട്ടെ. വെളിയിലെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നു. ഡോർ അടച്ചിട്ട് വരട്ടെ. അതുവരെ നിങ്ങളിവിടെ ഇരിക്കുക. അപ്പം ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് വന്നിട്ടുണ്ട്. വെട്ടം കിട്ടുന്നുണ്ട് എൻ്റെ ചെല്ലങ്ങളെ. വെട്ടം കിട്ടുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, തക്കാളി എനിക്ക് ഒരെണ്ണം മതി. അപ്പം ഞാൻ ഇതിൻ്റെ നടുക്കിരിക്കുന്ന സംഭവത്തിനെ ഒന്ന് ഇളക്കി കളയാം. കാരണം നമുക്കതിലോട്ട് മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടിയിട്ട്, മഞ്ഞപ്പൊടിയും തക്കാളിയുടെയും ഗുണമേന്മ പറയണ്ട. ഞാൻ പറയാതെ തന്നെ അറിയുന്നവർക്കറിയാം. നമ്മളെപ്പോലെ അറിയാത്ത ചില വീട്ടമ്മമാർ കാണും. തക്കാളിയുടെയൊക്കെ ഗുണമേന്മ പറയാതെ തന്നെ അറിയുന്നവർക്കറിയാം. പിന്നെ പണ്ടേ ഉള്ളവർക്ക് അറിയാൻ പറ്റും മഞ്ഞളിൻ്റെ ഗുണം. പണ്ട് സ്പൂൺ എടുത്തില്ല കേട്ടോ. വെപ്രാളത്തിൽ സ്പൂൺ എടുത്തില്ല ഞാൻ ഇതിലോട്ട് മഞ്ഞ കയറ്റി വെച്ചു. നമ്മുടെ തക്കാളിയുടെ അകത്തോട്ട് മഞ്ഞളിനെ അങ്ങ് വാരി ഞാൻ വെക്കുന്നുണ്ട്. നമുക്ക് തക്കാളിയുടെ കൂടെ പല സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സംഭവം കാണുവിൻ. ഒരു മസാജ് കൊടുക്കാം. അപ്പോൾ തുടങ്ങാം. എത്ര മിനിറ്റായി ഇവിടെ നിന്ന് തുടങ്ങാം. ഇങ്ങനെ ചെയ്യണേ കേട്ടോ. മാറിപ്പോകരുത്. ഇങ്ങനെ ചെയ്യുക. നമ്മുടെ ഓരോ ദിവസത്തെ സംഭവങ്ങളാണ് എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ തള്ളി മറിക്കണതല്ല. എനിക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ കൈകാലുകൾക്കൊക്കെ നല്ല മാറ്റമുണ്ട്. വെയിലത്ത് പണിയെടുക്കുന്ന നമുക്ക് ഇതൊക്കെ ചെയ്തതിന് ശേഷം നല്ല നമുക്ക് എന്നും പാർലറിൽ പോകാൻ പറ്റുമോ? ആഴ്ചയ്ക്ക് പാർലറിൽ പോകാൻ പറ്റുമോ? 500,000 രൂപ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സൗന്ദര്യം നിലനിർത്തുക. അപ്പം ഞാൻ ഇന്ന് കൊടുക്കുന്നൊരു മസാജാണ് കേട്ടോ. മസാജ് എന്നും കൊടുക്കണ്ട. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുത്താൽ മതി. അല്ലാത്തപ്പം പാക്കിട്ട് നമ്മൾ എന്തെങ്കിലും പാക്കുള്ളതിനെ നൈസായിട്ടങ്ങ് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നൈസായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നും മോന്തയിട്ട് ഇങ്ങനെ ഉരയ്ക്കണ്ട. പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? എവിടാ അല്ലേ? നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വലിയ ഡോക്ടറാണോ? കാണുന്നവർ ചോദിക്കും, നിങ്ങൾ ഭയങ്കര ഡോക്ടറാണോ? നിങ്ങളെല്ലാം സൗന്ദര്യത്തിൻ്റെയൊക്കെ എല്ലാ കൂട്ടും പഠിച്ചിട്ട് വന്ന ആളാണോ ഞങ്ങൾക്ക് ക്ലാസ് തരാൻ?
നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ട് കണ്ടാണെന്നേ ഓരോന്നും പഠിക്കുന്ന. നിങ്ങൾ ഈ അറിവുകൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഞാൻ ഇതുപോലെയൊക്കെ നമ്മൾ കണ്ട പരീക്ഷണങ്ങളാണ് പരീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്യാതെ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊരു ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. അവരൊക്കെ ഇത് സൗന്ദര്യമായിട്ട് നടക്കട്ടെ. ഇനിയിപ്പോൾ അസുഖം കൊണ്ട് പറഞ്ഞു കൊടുക്കാതിരിക്കണ്ട. അവൾക്ക് അത്ര സൗന്ദര്യം വേണ്ട. അവൾ പോയി എന്നെക്കാളും സൗന്ദര്യമായിട്ട് നടക്കണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും ഒക്കെ സൗന്ദര്യമായിട്ട് നടക്കട്ടെ. ഞാനിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് രഹസ്യമായിട്ട് ചെയ്തൂടെ? ഞാൻ ചെയ്യത്തില്ല. കാരണം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്തില്ല. ഉപദ്രവമല്ലോ. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യണമെന്ന് പറയുമല്ലേ. ഇത് ഉപദ്രവമല്ല, ഉപകാരമാണ് കേട്ടോ. സൗന്ദര്യം ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? പെണ്ണായാലും ആണായാലും സൗന്ദര്യം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ബോഡിക്കൊക്കെ പ്രായങ്ങളായാലും നമ്മുടെ മനസ്സെന്നും 16 കേട്ടോ. നമ്മുടെ മനസ്സെന്നും 16. അപ്പം ചേച്ചി ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. വരച്ചോണ്ടിരുന്നല്ലേ, വരച്ചോണ്ടിരുന്ന സമയം പോവും. ഇപ്പം തന്നെ എത്ര മിനിറ്റായെന്ന് അറിഞ്ഞൂടാ. തക്കാളിയും മഞ്ഞളും നല്ല ഇതാണ്. രണ്ട് സൗന്ദര്യത്തിന് ഒന്നിനൊന്ന് മിച്ചമാണ്. ആര് ജയിക്കട്ടെ എന്നുള്ള ആൾക്കാരാണ് രണ്ടുപേരും ഒന്നുക്കൊന്നും മേലെ. പണ്ടൊക്കെ പണ്ടുള്ള നമ്മുടെ അമ്മമ്മമാർക്ക് അറിയാവുന്ന ഒരു കൂട്ടാണ് മഞ്ഞൾ. അത് പണ്ടേ ഉള്ള തലമുറക്കാർക്ക് അറിയാവുന്ന ഒരു സംഭവ കൂട്ടാണ് മഞ്ഞൾ. പിന്നെയാണ് ഗവേഷണങ്ങൾ നടത്തി ഓരോ കൂട്ടുകളും എല്ലാ സൗന്ദര്യവർദ്ധന സാധനങ്ങളാണെന്ന് മനസ്സിലാക്കി ഇപ്പം എല്ലാ സൗന്ദര്യത്തിന് പറ്റിയ സാധനമാണ് പയറുപൊടിയും പണ്ടേ ഉണ്ട് കേട്ടോ. പയറുപൊടിയും പണ്ടേ ഉണ്ട്. നീ അതൊക്കെ ഉണ്ട്. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയണം. കടലമാവ്. ഇപ്പം ചേച്ചി നിങ്ങളിങ്ങനൊരു 2-3 മിനിറ്റ് മസാജ് കൊടുക്കണേ. ഇപ്പം ഞാൻ 5 മിനിറ്റ് ആയെന്ന് തോന്നുന്നു കഥ പറഞ്ഞു. അപ്പം ഞാനിത് കഴുത്തിലോട്ടും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കയ്യിലുമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വന്ന് കാണാം മക്കളെ കേട്ടോ. ഇപ്പം ഞാൻ മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ മസാജ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. വന്ന് ഉണങ്ങിയതിന് ശേഷം കഴുകാം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് വരാം. മാക്സിമം സംസാരിക്കാതിരിക്കുക. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കഴുകി കളയാനാണ് ഉചിതമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യേ, നമ്മുടെ റിസൾട്ട് നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ. കഴുകി കളയുന്നതാണ് ഉചിതമായിരുന്നു. നമ്മുടെ റിസൾട്ട് നിങ്ങളും കൂടെ കാണണ്ടേ. വെള്ള തുണിയൊക്കെ മഞ്ഞത്തുണിയായി. മഞ്ഞളായതുകൊണ്ടേ കണ്ട, മഞ്ഞളതായതുകൊണ്ട് വെള്ള തുണിയിൽ മഞ്ഞയായി. മാറ്റം ഉണ്ടോ നോക്കണേ. ഞാനിരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ഇച്ചിരി വെട്ടക്കുറവുണ്ട് കേട്ടോ. ലൈറ്റ് അങ്ങിരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ലൈറ്റ് വെട്ടം അങ്ങിരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ. നല്ല നല്ല സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ മുഖത്തിനൊക്കെ നല്ല റിസൾട്ട് തരുന്ന സംഭവമാണ്. കതവ് ഡോറ് തുറന്ന് കിടക്കുന്നു. നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഡോറ് തുറന്ന് കിടക്കുന്നു.
ഒച്ചപ്പാടൊക്കെ കേൾക്കും. അടുത്ത വീട്ടിലെ പിള്ളേരെ, അടുത്ത വീട്ടിൽ അടുത്തടുത്ത് വീടുകളായതുകൊണ്ട് അടുത്ത വീട്ടിലെ മക്കളെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാം. ഞാൻ ഡോറ് അടയ്ക്കാൻ മറന്നിട്ടാണ് വന്നത്. സമയമൊക്കെ എത്ര മിനിറ്റ് ആവുന്നതോ സമയമൊന്നും ഞാൻ നോക്കുന്നില്ല. കൈയൊന്നും കഴുകില്ല കേട്ടോ. കൈയൊക്കെ ഇനി ബാത്റൂമിൽ പോയി കഴുകാം. മുഖം മാത്രം നിങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റിസൾട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കൂടെ കാണണ്ടേ, ഒരു വ്യത്യാസം കൂടെ നിങ്ങളെ കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്നിട്ട് ഇതൊക്കെ തുടച്ചു മാറ്റുന്നത്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അത് നിങ്ങളിലും കൂടെ ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നണം. കള്ളവും കപടമാണെന്നൊരു തോന്നലുണ്ടാവരുത്. അവർ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പോയെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ പല വീഡിയോയിലും കാണുന്നുണ്ട് കമൻ്റൊക്കെ, ഇതുപോലെയൊക്കെ ചെയ്യുന്നവരെയൊക്കെ പൊങ്കാലയിടുന്നതൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊങ്കാലയിടുന്ന വരുന്നവരോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിത് കണ്ട് മനസ്സിലാക്കിയിട്ട് പൊങ്കാലയിടുക. നമുക്ക് പ്രയോജനമില്ലാത്ത സംഭവമൊന്നും, പ്രത്യേകിച്ച് ഫേസാണ്. ഫേസ് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുമില്ല. അപ്പം നമുക്ക് പ്രയോജനമുള്ളത് കൊണ്ടാണ് നമ്മൾ നിങ്ങളിലെത്തിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നിങ്ങളെ വിശ്വാസം പിടിച്ചെടുക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. ഞാനിത് ഇടാൻ തുടങ്ങാൻ മെയിൻ കാരണം എൻ്റെ കഴുത്തിൻ്റെ വലിവ് കണ്ടോ. എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട്. ഉണങ്ങുന്നുണ്ട്, കഴുത്ത് വലിയുന്നുണ്ടെന്ന്. ഇതൊക്കെ ചെയ്ത് നോക്കാം. ചിലപ്പോൾ സ്കിന്നൊക്കെ ചുരുങ്ങുമ്പോണ്ടല്ലോ, സ്കിന്നിന് നല്ല ഇത് വരുമ്പോഴത്തേക്കേ ചിലപ്പോൾ ആ വലിവങ്ങ് മാറിയാലോ. പ്രായത്തിൻ്റെയൊക്കെ ഇത് ഇരിക്കും. നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇത് നന്നായിട്ട് ബാത്റൂമിൽ ചെന്നിട്ട് തുടയ്ക്കാം. ഈ തുണി ഇനി എടുക്കാൻ പറ്റില്ലെന്നാണ്. മഞ്ഞ തുണിയായി എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴുകിയിടാം. ബാക്കിയൊക്കെ വന്ന് ക്ലീനായിട്ട് തുടയ്ക്കാനുണ്ട്. മാറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാര്യമായിട്ട് ഞാൻ പറയുക, മാറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പറയണം, ചേച്ചി ഒരു മാറ്റവും ഇല്ല, നിങ്ങൾ വെറുതെ സമയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം, ചേച്ചി നിങ്ങളെ സമയം മൊത്തം പാഴാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല, നിങ്ങളിത് വെച്ച് നിർത്തിയിട്ട് പോയി എന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നല്ലതായാലും ചീത്തയായാലും കേട്ടോ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാറ്റമുണ്ടെങ്കിൽ മാറ്റമുണ്ടെന്ന് പറയണം, കള്ളം പറയരുത് കേട്ടല്ലോ. ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത നല്ലൊരു ടിപ്പുമായി വീണ്ടും നമ്മൾ വരുന്നത് വരെ കാത്തിരിക്കുക.